ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സ്കിൻ ടോൺ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നല്ലോ അതുല്യ. അതായത് സ്കിൻ ടോൺ മാത്രമായിട്ട് കൂട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രസവശേഷം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ മുഴുവനായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചു ചെയ്യുക. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ജീവിതത്തിൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് അനുഭവിക്കുന്ന ഏറ്റവും ആയാസകരമായ ഒരു പ്രവൃത്തിയാന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ആയാസം വഴി ശരീരത്തിനുണ്ടാകുന്ന വാതകോപത്തെ പ്രതിരോധിക്കുക, അതിനെ അതിജീവിക്കുക, അതിനായിട്ടുള്ള ചില ചിട്ടകളൊക്കെ പതിവുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലെ, നാട്ടു നടപ്പുള്ളതായിട്ട്. ഇത് ചെയ്തു വരുന്നത് പണ്ട് പഴമക്കാർ ഇതൊക്കെ ചെയ്തു വന്നിരുന്നത് വിവരക്കേടുകൊണ്ടൊന്നല്ല, അവര് നല്ല ബുദ്ധിയും ബോധത്തോടു കൂടെ ചെയ്തിരുന്ന സംഗതികളാണ്. പക്ഷെ ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് കൂടില്ലേ, ഇതൊക്കെ വളരെ പ്രയാസമല്ലേ, കഴിക്കാനും ശീലിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറെ സിംപ്ലിഫൈഡ് ലൈറ്റ് ആൻഡ് ഈസി ഫോർമുലകളും പലതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഞാൻ ചുരുക്കി വിവരിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ പ്രസവരക്ഷ ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇപ്പൊ നിങ്ങൾ താൽക്കാലികമായിട്ട് വെയിറ്റ് കൂടുമോ, സംഗതി ശരിയാണ്, അല്പം റെസ്റ്റ് ഒക്കെ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ചിട്ടകളായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു, ഇത്തരം പോഷകപ്രദങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കുന്നു, ലേഹ്യങ്ങൾ കഴിക്കുന്നു, അപ്പൊ ഇച്ചിരി തടിയൊക്കെ കൂടിയെന്ന് വരാം. പക്ഷെ ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെനോപോസിന് ശേഷം ഒക്കെയാണ്. അന്ന് കാലത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാരി പൂശാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കും. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴേ ചെയ്താൽ ഇതിന്റെ ഗുണം 40-ലും 50-ലും മെനോപോസിന് ശേഷവും അതിന്റെ വ്യത്യാസങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഇപ്പോ അതുല്യ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പെട്ടെന്ന് പറഞ്ഞു തരാമെന്നുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസവം എന്ന് പറഞ്ഞ ഈ ആയാസകരമായ സംഗതി കഴിയുമ്പോൾ ശരീരത്തിൽ വാദം അമിതമായിട്ട് വർദ്ധിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ആയാസകരമായ എന്ത് പ്രവൃത്തി ചെയ്താലും വാദം ശരീരത്തിൽ വർദ്ധിക്കും. അപ്പൊ ഈ വാദം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരകോശങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം, നീർക്കെട്ട്, അതുകൊണ്ട് പലർക്കും ഈ ഉറക്കക്കുറവ്, മുടി കൊഴിച്ചില്, കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ ഈ സമയത്ത് അനുബന്ധിച്ചുണ്ടാവും. അതുപോലെ കാൽവണ്ണയിലും കാൽ മസിലുകളിലും ഒക്കെ ഭയങ്കരമായ കലശലായ വേദന അനുഭവപ്പെടുക. ഇതൊക്കെ നിങ്ങൾ പലരും അനുഭവിച്ചിട്ടില്ലേ? അതുപോലെ മുലയൂട്ടാൻ പാലില്ലാതെയാവുക, മുലപ്പാല് കുറയുക, ഓക്കെ, ഉറക്കക്കുറവ് കാണിക്കുക, ഇതൊക്കെ ഈ വാദം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണം. ഇതിനൊക്കെ അതിനുള്ള പിൽസും ഗുളികകളും മാത്രമേ നിങ്ങൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളൂ പലരും. എന്നാൽ ഇവിടെ ഈ പ്രിൻസിപ്പിൾ, ഈ വാദം വർദ്ധിക്കുന്നു, ആ വാദത്തിനെ ശമിപ്പിക്കുന്നതിനും ദേഹരക്ഷയ്ക്കും വേണ്ടതായ സംഗതികൾ, സ്നിഗ്ധാംശം ശരീരത്തിൽ കൂട്ടുക, വാദത്തിനെ ശമിപ്പിക്കുക, നിയന്ത്രിക്കുക, ഇതിന് വേണ്ടതായ സംഗതികൾ അങ്ങോട്ട് ശീലിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ സംഗതികൾക്കൊക്കെ സമാധാനം ലഭിക്കുന്നേ. അതുകൊണ്ടാണുള്ളത് പഴമക്കാർ ഇതൊക്കെ ചെയ്തിരുന്നത്. ഇന്നിപ്പോ ഒരുപാട് പേർക്ക് ഈ മുലയൂട്ടുന്നമ്മമാർക്ക് മുലപ്പാല് കുറഞ്ഞു എന്ന് പറഞ്ഞ പരാതി വളരെയധികം കൂടി വരിക. അതിന്റെ കാരണം ഈ വാദം അമിതമായിട്ട് വർദ്ധിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുടികൊഴിച്ചിലും ഉറക്കക്കുറവും കോൺസ്റ്റിപ്പേഷനും ഗ്യാസ് ട്രബിളും ഒക്കെ കാണാറില്ലേ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മൂലകാരണം, റൂട്ട് കോസ് ഇത് തന്നെ, വാദം ശരീരത്തിൽ വർദ്ധിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇനി ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് അതുല്യ ചോദിച്ചിരുന്ന ചോദ്യത്തിന് മറുപടി പറയാം. അതായത് നമുക്ക് ഈ വാദം വർദ്ധിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും വാദത്തിനെ ശമിപ്പിക്കാൻ ഒന്നാന്തരമായിട്ട് അഗ്രമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതി തൈലപ്രയോഗം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിനും ആ ദേഹരക്ഷയ്ക്കും ആ സമയത്ത് ആ പ്രസവശേഷം ഉണ്ടായിട്ടുള്ള ക്ഷീണത്തിനെ ശമിപ്പിക്കുന്നതിന് ഒതുങ്ങുന്ന വാദത്തെ ശമിപ്പിക്കുന്ന തൈലങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ദിനന്തരം തൈലം, ദിനന്തരം കുഴമ്പ്, ബൃഹത് പിണ്ടതൈലം, പിണ്ടതൈലം ഇതൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. സഹചരാതി തൈലം ഒക്കെ ചിലപ്പോൾ വേണ്ട സമയത്ത് കൂട്ടാറുണ്ട്, പ്രപഞ്ചനം കൂട്ടാറുണ്ട്. ഇതൊക്കെ അവസ്ഥാനുസരണം ഒരു ഡോക്ടറെ കാണുമ്പോൾ നിശ്ചയിക്കാം. അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ സമയത്ത് സ്കിൻ ടോൺ കുറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സ്കിന്നിന് റഫ്നെസ്സും രൂക്ഷതയും കൂടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതും ഈ വാദം വർദ്ധിക്കുന്നതുകൊണ്ടാന്ന് തന്നെയാണ് അതിന്റെ മറുപടി. അവിടെ തീർച്ചയായിട്ടും ഈ തൈലം തേച്ച് കുളി നിർബന്ധം. ഓക്കെ, അപ്പൊ ഈ വാദം ശമിക്കുമ്പോൾ, ഈ രൂക്ഷത കുറയുമ്പോൾ സ്കിൻ ടോണിനും പ്രയോജനപ്പെടും, ഈ മുൻപ് പറഞ്ഞ മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരവും. അപ്പൊ അത് ഒന്നാമത്തെ സംഗതി. അപ്പൊ തൈലം തേച്ച് കുളിക്കൽ നമുക്ക് പ്രസവശേഷം അനിവാര്യമാണെന്ന് തന്നെ പറയാം. അപ്പൊ അതിന് പൊതുവെ ഉപയോഗിച്ച് വരുന്നത് ധന്വന്തരം തൈലാണ്. ഇനി അതിൽ ബൃഹത് പിണ്ട തൈലോ സഹചരാതി തൈലോ പ്രപഞ്ചനം തൈലോ ഒക്കെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ തീരുമാനിച്ചോളും. അപ്പൊ അങ്ങനെ തൈലങ്ങൾ നിശ്ചയിക്കും. പണ്ടൊക്കെ നമ്മൾ ഇത് ആദ്യം പ്രസവം കഴിഞ്ഞാൽ ആദ്യം ചുക്കും ചക്കരയും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ഈ പ്രസവശേഷം വാദം വർദ്ധിച്ചിരിക്കുമ്പോൾ അവിടെ വിശപ്പില്ലായ്മയും ഓക്കാനും ഛർദിയും ഉറക്കക്കുറവും ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും ഒക്കെ പതിവാണ്. അപ്പൊ ഈ ചുക്കും ചക്കരയും കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് ചുക്കും ചക്കരയും കൂടി ഇടിമരുന്ന് ഇങ്ങനെ കൊടുക്കും. അത് കഴിക്കുമ്പോൾ ഈ അഗ്നിദീപ്തി ഉണ്ടാക്കും, അഗ്നിദീപനം ഉണ്ടാവും, വിശപ്പുണ്ടാവും. അപ്പൊ അതുവഴി നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു തുടങ്ങുന്നു. അതുപോലെ കുറച്ച് സ്നിഗ്ധാംശത്തിന് വേണ്ടി നെയ്യൊക്കെ ചുവന്നുള്ളി മൂപ്പിച്ച് കഴിക്കുന്നു. പൊടിയരിക്കഞ്ഞിയിൽ ചുവന്നുള്ളിയൊക്കെ മൂപ്പിച്ച് കഴിക്കുക, ചുക്കും ചക്കരയും കഴിക്കുക, പാൽക്കഞ്ഞി കഴിക്കുക. ഇതൊക്കെ വിശപ്പായി വരുമ്പോൾ ചെയ്യണം കേട്ടോ. ഞവരേരി പാൽക്കഞ്ഞി കഴിക്കുക, ഇതൊക്കെ ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ ഇതൊക്കെ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. ദശമൂലം ഇട്ട് വെന്ത വെള്ളത്തില് ഞവരേരി കഞ്ഞി വെച്ച് കൊടുക്കുക, ഇതൊക്കെ പതിവുണ്ട്. പാലും ചേർത്ത് ഞവരേരി കഞ്ഞി വെച്ച് കഴിക്കുക, ഇതൊക്കെ വാദത്തിനെ ശമിപ്പിക്കുന്നതിനും ശരീരത്തിന് സ്നിഗ്ധത വരുത്തുന്നതിനും വേണ്ട സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ മുലപ്പാല് വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കും. സംഗതി ശരിയാണ്. നിങ്ങൾ ഇത് ഒഴിവാക്കണം എന്താ വെച്ചാൽ ഇത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതിനുള്ള അറിവില്ലായ്മ, അതുപോലെ അല്പം തടിക്കുമോ എന്നുള്ള ഒരു ഭയം, ഇതൊക്കെയാണ് ഇതിന്റെ സംഗതി. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ ചെയ്താലത്തെ ഗുണങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഗുണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ചിട്ടകൾ ആദ്യം ചുക്കും ചക്കരയും കൊടുക്കും, പിന്നെ പുളിങ്കുഴമ്പ് ലേഹ്യം കൊടുക്കും. പുളിങ്കുഴമ്പ് കൊടുക്കുന്ന ഈ വയറൊക്കെ ചുരുങ്ങാൻ വേണ്ടിയതാണ്. പ്രസവശേഷം വയറ് ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുളിങ്കുഴമ്പ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി ലേഹ്യം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ പതുക്കെ ലേഹ്യങ്ങൾ വിശപ്പ് കൂടുതൽ
കൂടുന്നതിനനുസരിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും പതുക്കെ പഞ്ചജീരകൂടം, തെങ്ങിൻ പൂക്കിലെ രസായനം, ഇതൊക്കെ ഇത് കഴിയുമ്പോൾ നമുക്ക് നടുവേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ തെങ്ങിൻ പൂക്കിലൊക്കെ ശരിയാവണ്ണം കഴിച്ചവർക്ക് എത്ര പ്രസവം കഴിഞ്ഞാലും ഒരു കാലം കഴിഞ്ഞാലും വേദനയും നടുവേദനയൊന്നും വരുന്നില്ല. അല്ലാത്തവർക്ക് കുറച്ച് കാലം കഴിഞ്ഞാലും ഒന്ന് കുനിഞ്ഞു നിന്ന് എന്തെങ്കിലും മുറ്റടിക്കാനോ ഭാരം എടുക്കാനോ പറ്റില്ല, കലശലായ നടുവേദന, അതൊക്കെ പറയില്ലേ. ഈ പ്രസവരക്ഷ കൃത്യമായിട്ട് ചെയ്യാത്തവർക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ തെങ്ങിൻ പൂക്കിലെ രസായനം, കേസര രസായനം, തെങ്ങിൻ പൂക്കിലാതി ലേഹ്യം, ഇങ്ങനെ പല പേരുകളിൽ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിക്കും. അതുപോലെ അശ്വഗന്ധാതി ലേഹ്യം കൊടുക്കും, അമൃതപ്രാശഘൃതം കൊടുക്കും. ഇതൊക്കെ അവസ്ഥാനുസരണം കേട്ടോ, നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് നിശ്ചയിക്കണം. അതുപോലെ ധന്വന്തരം കഷായം, ധന്വന്തരം ഗുളിക, സൂതികാമൃതം, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, ഇതൊക്കെ പതിവുണ്ട്. അതുപോലെ ഹിംഗുജാതി ഗുളിക, മഹാധന്വന്തരം ഗുളിക, ഇതൊക്കെ കഴിക്കാറുണ്ട്. പ്രസവ ശേഷം കൊടുക്കാറുണ്ട്. പിന്നെ പാൽക്കഷായങ്ങൾ നിശ്ചയിക്കാറുണ്ട്. കുറുന്തോട്ടിയൂര് പാൽക്കഷായമായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ പ്രസവരക്ഷയ്ക്ക് ചെയ്തു വരുന്ന മരുന്നുകളാണ്. അപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പൊതുവായിട്ട് നമ്മൾ ഈ തൈലം തേക്കുമ്പോൾ ധന്വന്തരം തൈലം, ബൃഹത്പിണ്ഡ തൈലൊക്കെ പൊതുവായിട്ട് എടുക്കാറുണ്ടല്ലോ. അപ്പൊ സമ അളവിലെടുത്ത് ചൂടാക്കി കഴുത്തിന് കീഴ് മേലൊട്ടാകെ തേച്ച് അടിവയറിലും മരക്കെട്ടിലും നന്നായിട്ട് കുളിർക്ക തേച്ച് തലോടി ഒരു അരമണിക്കൂർ ഇരിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഈ കുളിക്കാനുള്ള വെള്ളം നമുക്ക് നാൽപ്പാമരല്ലേ, നാൽപ്പാമര ചൂർണം വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, അങ്ങാടി വരുന്ന കടകളിൽ വാങ്ങിക്കാം. ഈ നാൽപ്പാമരം ഇട്ട് വെന്ത വെള്ളം കൊണ്ട് കഴുകുക. അപ്പൊ അതിനായിട്ട് ഈ തൈലം തേച്ചിരുന്നതിന് ശേഷം മഞ്ഞള് അരച്ച് തേക്കുക. പച്ചമഞ്ഞൾ, ശുദ്ധമായ പച്ചമഞ്ഞൾ അരച്ച് അത് ലേപനമാക്കി തേച്ചിരുന്ന് ഒരു 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷം കുളിക്കാം. ഓക്കെ, അപ്പൊ ആ കുളിക്കാനുള്ള വെള്ളം നാൽപ്പാമരപ്പട്ട ഇട്ട് വെന്ത വെള്ളം കുളിക്കാനായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ വേപ്പിൻ തൊലി ചതച്ചിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട് എടുക്കാം. ഇപ്പൊ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ്, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ, എന്തെങ്കിലും റാഷസോ, അത്തരം ചൊറിച്ചിലോ, സ്കിൻ അലർജീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് നന്നാവും ഈ നാൽപ്പാമരപ്പട്ട ഇട്ട് വെന്ത വെള്ളം കുടിട്ട് കുളിക്കുന്നത്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ വേപ്പിൻ തൊലി, അതുപോലെ പച്ചമഞ്ഞളൊക്കെ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ദേഹം കഴുകാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതും ഈ സ്കിൻ ടോൺ നന്നാവിന് സഹായകരമാകും. ഈ ബൃഹത്പിണ്ഡ തൈലും ധന്വന്തരം തൈലും ഒക്കെ ഇതുപോലെ പാലൊക്കെ ചേർത്ത് കാച്ചുന്ന തൈലങ്ങളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് സ്നിഗ്ധാംശം വീണ്ടെടുക്കുന്നതിനും സോഫ്റ്റ് സ്കിൻ ആവുന്നതിനും ആ സ്കിൻ ടോൺ വീണ്ടെടുക്കുന്നതിനും ഒക്കെ തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രമാവില്ല, ഉള്ളിലേക്കുള്ള മരുന്നുകളും ചിട്ടപ്രകാരം കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഈ പുറമെ പരട്ടിയതുകൊണ്ട് മാത്രം കാര്യം നടക്കുമെന്നാണ് ചോദ്യം. പക്ഷെ അത് മുഴുവൻ ആവില്ല. ഓക്കെ, അപ്പൊ ഉള്ളിലേക്ക് ഇതുപോലെ ചുക്കും ചക്കരയും, ഉള്ളിലേക്കും പുളിയും കുഴമ്പും, തെങ്ങിൻ പൂക്കിൽ രസായനവും, ദശമൂലാരിഷ്ടവും, ധന്വന്തരം കഷായവും, സൂതികാമൃതം, ധന്വന്തരം ഗുളിക, ഇത്തരം സംഗതികളും കൂടെ ശീലിച്ചാൽ അത് അവസ്ഥാനുസരണം ഒരു ഡോക്ടറെ കണ്ടിട്ട് നിശ്ചയിക്കായിരിക്കും നല്ലത്. നിങ്ങൾ വാക്സിനേഷനായിട്ടും കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാനും ഒക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ, എന്തെങ്കിലും ചെക്കപ്പിനായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുക. ഈ ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ മാത്രം എന്തെങ്കിലും മരുന്നുകളൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ട് അതിങ്ങനെ വിളിച്ച് ആ മരുന്ന് നല്ലതാണോ എന്ന് വെച്ചാൽ എല്ലാ മരുന്നുകളും നല്ലതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നല്ല മരുന്ന് തന്നെയാണ് അതിന് മറുപടി. പക്ഷെ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക്, ദേഹപ്രകൃതിക്ക്, ദേഹസ്ഥിതിക്ക് അനുസരിച്ച് വേണ്ടത് നിശ്ചയിക്കാൻ ഒരു ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ആയുർവേദ ഡോക്ടറെ അയച്ച എല്ലാ സ്ഥലത്തും നിങ്ങൾ പോകണ്ടാവില്ലേ. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെയും കൂടെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ നിശ്ചയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിങ്ങനെ ആദ്യം ലൈറ്റായിട്ട് അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന ദീപനകരങ്ങളായ ഔഷധങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് നെയ് സേവകളും ഘൃതങ്ങളും പോലും കഴിക്കാം. ഓക്കെ, അത് ഈ വാദത്തെ ശമിപ്പിക്കുന്നതിന്, ശരീരപുഷ്ടി ഉണ്ടാക്കുന്നതിനും ആ പ്രസവം വഴി ശരീരത്തിനുണ്ടായിട്ടുള്ള ക്ഷീണത്തെ, ആലസ്യത്തെ, വാദകോപത്തെ ഇല്ലാതാക്കുന്നതിനും ഇതിന്റെ ഗുണം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. തുടർച്ചയായിട്ട് നടുവേദന കേസുകൾ, ലേഡീസിന് വരുന്ന ബാക്ക് പെയിൻ കേസുകൾ, അതുപോലെ ഒരുപാട് സ്ത്രീ രോഗങ്ങൾ, ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ലുക്കോറി പോലത്തെ കണ്ടീഷൻസ്, ഇതിനൊക്കെ കാരണം ഈ സമയത്ത് ശരീരം ക്ഷീണിക്കുന്നു, അതിന് വേണ്ടതായ ദേഹരക്ഷ ചെയ്യണില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോകൾ ആവശ്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാവുന്നതാണ്. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ Xavier. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ആദ്യം ആയുർവേദം.